ഹലോ എവരിവൺ. യൂട്യൂബേഴ്സ് പണം ഉണ്ടാക്കുന്നത് അവരുടെ വീഡിയോകളിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകളിൽ നിന്നാണെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ അത് മാത്രമാണോ യൂട്യൂബേഴ്സിൻ്റെ വരുമാന മാർഗം? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യൂട്യൂബേഴ്സിന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന 6 മെത്തേഡ്സുകളാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ഞാൻ മറ്റൊരു യൂട്യൂബ് ചാനൽ വഴി പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്പർ 1 ഇൻ അവർ ലിസ്റ്റ് സ്പോൺസർഷിപ്പാണ്. എൻ്റെ 2000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചാനലിൽ ലിനോഡ് എന്ന് പറയുന്ന ഒരു കമ്പനി അവരുടെ ഒരു സർവീസ് പ്രൊമോട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇമെയിൽ അയക്കുകയും ഞാൻ അവരുടെ ആവശ്യപ്രകാരം ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് നല്ലൊരു എമൗണ്ട് അവരെനിക്ക് സ്പോൺസർഷിപ്പായിട്ട് തരികയും ചെയ്തു. ചെറിയ ചാനലുകൾക്ക് എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കിട്ടുക എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. രണ്ടാമതായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ആമസോൺ, ഇമ്പാക്റ്റ്, കമ്മീഷൻ ജംഗ്ഷൻ, ഈ 3 വെബ്സൈറ്റുകളാണ് എൻ്റെ മെയിനായിട്ടുള്ള അഫിലിയേറ്റ് പ്രോഗ്രാംസ്. ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് തന്നെ അതിൽ നിന്ന് നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ആഡ്സ് റവന്യൂ കിട്ടുന്നതിനേക്കാളും കൂടുതൽ മന്ത്ലി ഏൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോകളിൽ കൂടെ പരിചയപ്പെടുത്തുകയും അവർ നമ്മളുടെ ലിങ്ക് ഉപയോഗിച്ച് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലൊരു ചെറിയ തുക നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കും. അതാണ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് യൂട്യൂബ് ആഡ്സ് തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും തികഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1000 വ്യൂവിന് നമുക്ക് മലയാളത്തിൽ 50 സെൻറ്റ് മുതൽ $2-3 വരെ ലഭിക്കാവുന്നതാണ്. പിന്നെ ചാനലുകളുടെ കണ്ടൻറ്റിൻ്റെ ടോപ്പിക് അനുസരിച്ചായിരിക്കും ഈ റവന്യൂവിൽ വ്യത്യാസം വരിക. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചാനലുകൾക്കായിരിക്കും കൂടുതൽ എമൗണ്ട് ലഭിക്കുക. നമുക്കിനി നാലാമത്തെ മെത്തേഡ് ഏതാണെന്ന് നോക്കാം. നമ്മൾ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്ന കണ്ടൻറ്റുകൾ റിലേറ്റ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു ഫോറം സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തതിന് ശേഷം അതിൽ ഗൂഗിൾ ആഡ്സോ അതുപോലുള്ള മറ്റുള്ള ആഡ്സുകളോ അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഗ്രാംസോ റൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീഡിയോകളിലുള്ള കണ്ടൻറ്റിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോറങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ യൂസേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നമ്മുടെ വെബ്സൈറ്റിലെത്തുന്ന വ്യൂവേഴ്സ് അതിലുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ കാണുന്നത് വഴി അതിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് വഴിയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെയുള്ള 5ാമത്തെ മെത്തേഡാണ് സെല്ലിംഗ് എ പ്രോഡക്റ്റ് ഓർ എ കോഴ്സ്. ഇത് ശരിക്കും ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇതിനു മുമ്പ് കോഴ്സുകളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ പ്രൊഡക്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഫ്രീ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. ഒരു CRM സോഫ്റ്റ്വെയർ ആയിരുന്നു. ആൾക്കാർക്ക് വന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ അതിനെപ്പറ്റി ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നുമുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു 100 സ്പെഷ്യൽ റെസിപ്പീസ് അതൊരു ബുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിന് സെല്ല് ചെയ്യുകയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കോഴ്സായിട്ട് ഒരു ഫുൾ വീഡിയോ ട്യൂട്ടോറിയലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഇതിൽ 6ാമത്തെ മെത്തേഡാണ് ഫ്രീലാൻസിങ്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ യൂട്യൂബ് വഴി മറ്റുള്ളവരുടെ മുന്നിൽ പങ്കുവെക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് വർക്കുകൾ ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ഞാൻ പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് ആൾക്കാർ ആ ഒരു ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നമ്മളുടെ സ്കിൽ പെട്ടെന്നൊരു ഇംപ്രഷൻ തോന്നുകയും അവർക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് യൂട്യൂബ് വഴി പണം ഉണ്ടാക്കാനുള്ള 6 വഴികൾ. പക്ഷേ ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല. 1-2 ബോണസ് പോയിന്റുകളും കൂടെ ഞാൻ പറയാം. 1, ടിപ്സ്. നമ്മളൊരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റുന്നുവെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു സഹായത്തിന് പകരമായിട്ട് അവർ നമുക്ക് പലപ്പോഴും ടിപ്പ് തരാറുണ്ട്. അതായത് ബൈ മീ എ കോഫി പോലുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾ സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ലിങ്ക് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുകയും അതുവഴി നിങ്ങൾക്ക് ടിപ്പ് തരാൻ ആഗ്രഹമുള്ളവർക്ക് അത് നിങ്ങൾക്ക് തരികയും ചെയ്യാം. സെക്കൻഡ് ബോണസ് പോയിന്റ്, ചാനൽ മെമ്പർഷിപ്പ്. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. യൂട്യൂബിൻ്റെ ഒരു പ്രോഗ്രാമാണ് ചാനൽ മെമ്പർഷിപ്പ്. നിങ്ങൾക്കൊരു യൂട്യൂബറെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാളുടെ കണ്ടൻറ്റുകളെല്ലാം നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് മന്ത്ലി പേ ചെയ്ത് നിങ്ങൾക്ക് അയാളുടെ ഒരു എക്സ്ക്ലൂസീവ് സബ്സ്ക്രൈബർ ആവാം. അതൊരു സബ്സ്ക്രിപ്ഷൻ പോലെയാണ്. മന്ത്ലി നിങ്ങൾ അങ്ങോട്ട് പേ ചെയ്തുകൊണ്ടിരിക്കണം.
അതിൽ നിന്നും യൂട്യൂബേഴ്സ് വരുമാനം ഉണ്ടാക്കാറുണ്ട്. യൂട്യൂബ് ഈ ചാനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ട് പേട്രിയോൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു കൂടുതൽ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നത്. അതിപ്പോഴും അവൈലബിൾ ആണ്. ഏകദേശം ഇതൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് മെയിനായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ ചാനലല്ല, എനിക്കൊരു മറ്റൊരു ചാനലുണ്ട്, അതിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അത് വെറും 2000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. And thank you for watching this video, and we'll see you in the next one.